അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ പഠിതാക്കളെ, ഇൻഷാ അല്ലാഹ് നമുക്കിനി 9ാമത്തെ പാഠമാണ്. 9ാമത്തെ പാഠത്തിൽ നമ്മൾ പ്രധാനമായും പഠിക്കേണ്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ആദ്യം പറയാം. ഹാലാത്തുൻ നസ്ബ് അല്ലെങ്കിൽ മൻസൂബാത്ത്. ഒരു ഇസ്മിന് എപ്പോഴൊക്കെ നസ്ബ് വരും? നമ്മൾ ഇതുവരെ പഠിച്ചത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി നമ്മൾ പഠിച്ചു മഫ്ഊലുൻ ബിഹി എപ്പോഴും മൻസൂബായിരിക്കും. ഒരു ക്രിയ ബാധിക്കുന്നത് ആരെയാണോ അതാണ് മഫ്ഊലുൻ ബിഹി. ഖറഅതുൽ കിതാബ, ഞാൻ പുസ്തകം വായിച്ചു. ഇവിടെ ഞാനാണ് ഫാഇൽ, കിതാബ എന്നത് മഫ്ഊലുൻ ബിഹിയാണ്. അവിടെ കിതാബ മഫ്ഊലുൻ ബിഹി എപ്പോഴും മൻസൂബായിരിക്കും. അടുത്തത് തംയീസ്. തംയീസ് വിവേചനാനാമം. കം കിതാബൻ ഇൻദക, നിന്റെ കയ്യിൽ എത്ര പുസ്തകമുണ്ട്? കിതാബൻ കമ്മിന് ശേഷം വരുന്ന മുഫ്രദായ നക്കിറയായ മൻസൂബായ നാമമാണ് തമീസ്. തമീസ് എപ്പോഴും മൻസൂബ് ആയിരിക്കും. അടുത്തത് ഇസ്മു ഇന്ന വ അഖ്വാതുഹ. ഇന്നയും ഇന്നയുടെ സഹോദരിമാരിൽപ്പെട്ട ഓരോ ഹർഫിൻ്റെയും ശേഷം വരുന്ന ഇസ്മ. ഇന്നയുടെ അഖവാത്തിൽപ്പെട്ട സഹോദരിമാരിൽപ്പെട്ട ആരുടെയെങ്കിലും ശേഷമോ വരുന്ന ഇസ്മു എപ്പോഴും മൻസൂബായിരിക്കും. ഇസ്മു ഇന്ന എപ്പോഴും മൻസൂബ് ആയിരിക്കും. ഇന്നൽ ബൈത ജദീദുൻ, തീർച്ചയായും പുതിയതാണ്. അൽ ബൈത ഇസ്മു ഇന്ന മൻസൂബുൻ. നെക്സ്റ്റ് ദർഫ് സമാൻ വ മക്കാൻ, അതെപ്പോഴും മൻസൂബായിരിക്കും. ജലസ അമാമക, അവൻ എൻ്റെ മുന്നിൽ ഇരുന്നു. അമാമ എന്ന ദർഫ് അവിടെ മൻസൂബാണ്. അതുപോലെ തന്നെ മഫ്ഊലുൻ മുത്തലഖ്. കല്ലമല്ലാഹു മൂസ തക്ലീമ. കല്ലമല്ലാഹു, അള്ളാഹു സംസാരിച്ചു. മൂസ അലൈഹിസ്സലാമിനോട് തക്ലീമൻ, ഒരു സംസാരം. അള്ളാഹു മൂസ നബിയോട് ഒരു സംസാരിച്ചു. ഇവിടെ ആ ക്രിയയെ ഊന്നിപ്പറയാൻ വേണ്ടി, കല്ലമ എന്ന ക്രിയയെ ഊന്നിപ്പറയാൻ വേണ്ടി അതിൽ നിന്നുണ്ടായ ഒരു ഇസ്മാണ് തക്ലീമൻ എന്നത്. അത് അൽ മഫ്ഊലുൽ മുത്തലഖ് ആണ്. അതെപ്പോഴും മൻസൂബായിരിക്കും. അതുപോലെ തന്നെ ഖബറു ഖാന, ഖാനയുടെ ഖബർ വ അഖ്വാതുഹ എപ്പോഴും മൻസൂബായിരിക്കും. ഖാനൽ വലതു നായിമൻ, ആൺകുട്ടി ഉറങ്ങുന്നവൻ ആയിരുന്നു. നായിമൻ ഖബറു ഖാന മൻസൂബുൻ. അടുത്തത് മുനാദ. മുനാദ എല്ലായ്പ്പോഴും മൻസൂബായിരിക്കും. യാ അബ്ദുറഹ്മാനി, ഹേ അബ്ദുറഹ്മാനെ. അബ്ദ മുനാദ മൻസൂബുൻ വഹുവ മുല്ലാഫ്. എന്നാൽ നമ്മൾ ഇതുവരെ പഠിച്ചത് യാ മുഹമ്മദു, യാ അഹ്മദു എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അതായത് മുനാദ ദമ്മയിൽ മബനി ആയിരിക്കും. എന്നാൽ അത് ഫി മഹല്ലി നസ്ബിൻ, നസ്ബിൻ്റെ മഹല്ലിൽ ആയിരിക്കും. ഇനി ജംഉ മുദക്കർ സാലിമിൻ്റെ ഇഅ്റാബ്. എന്താണ് ജംഉ മുദക്കർ സാലിം? മുഫ്രദിൻ്റെ അഥവാ ഏകവചനത്തിൻ്റെ അവസാനത്തിൽ വാവും നൂനും ചേർത്തുണ്ടാക്കുന്ന ബഹുവചനങ്ങളാണ് ജംഉ മുദക്കർ സാലിം. സുരക്ഷിത പുല്ലിംഗ ബഹുവചനം. അത് റഫ്ഉ ചെയ്യുന്നത് വാവു കൊണ്ടാണ്. റഫ്ഉ ബിൽ വാവി, വാവു കൊണ്ട് അത് റഫ്ഉ ചെയ്യുന്നു. നസ്ബു ചെയ്യുന്നത് യാവ് കൊണ്ട്, ജറു ചെയ്യുന്നത് യാവ് കൊണ്ട് തന്നെ. ഉദാഹരണം നോക്കാം. ജാ അൽ മുഅല്ലിമൂന, അധ്യാപകർ വന്നു. മുഅല്ലിമൂന ഫായിലുൻ മർഫൂഉൻ, അലാമത്തു റഫ്ഇഹി അൽ വാവു ബിഅന്നഹു ജംഉ മുദക്കർ സാലിം. അവിടെ മുഅല്ലിമൂന എന്നത് റഫ് ചെയ്തത് വാവു കൊണ്ടാണ്, കാരണം അത് ഫായിലാണ്. റഅയ്തുൽ മുഅല്ലിമീന, ഞാൻ അധ്യാപകരെ കണ്ടു. ഇവിടെ മുഅല്ലിമീന കണ്ടു, അവിടെ നസ്ബാണ്, യാ കൊണ്ടാണ് നസ്ബ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ജറ് ചെയ്തത്. മറർതു ബിൽ മുഅല്ലിമീന, അധ്യാപകരിലൂടെ ഞാൻ പാസ് ചെയ്തു, നടന്നുപോയി. ഇവിടെ ബി എന്ന ഹർഫ് ജറിന് ശേഷം മുഅല്ലിമീന ജറ് ചെയ്തിരിക്കുന്നത് യാ കൊണ്ട്. ഇനി ഇഅ്റാബു അസ്മാ ഇൽ ഖംസത്തി, അസ്മാഉൽ ഖംസ ൻ്റെ ഇഅ്റാബുകൾ. എന്താണ് അസ്മാഉൽ ഖംസ? അബുൻ, അഹുൻ, ഹമുൻ, ഫു, ദു. ഇവ മുലാഫായി വരുമ്പോൾ വരുന്ന ഇഅ്റാബുകളാണ്. റഫ്ഉ ചെയ്യുന്നത് വാവു കൊണ്ട്, നസ്ബ് അലിഫ് കൊണ്ടും ജറ് യാ കൊണ്ടുമാണ്. ഉദാഹരണം ജാ അബൂക, നിന്റെ ഉപ്പ വന്നു. ഇവിടെ ഫായിലാണ്, അതുകൊണ്ട് അബൂ വാവു കൊണ്ട് റഫ്ഉ ചെയ്തു. റഅയ്തു അബാക, ഞാൻ നിന്റെ ഉപ്പയെ കണ്ടു. ഇവിടെ റഅയ്തു തു ഫായിൽ, അബ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ. നസ്ബിൻ്റെ അടയാളം അലിഫാണ്, കാരണം അത് അസ്മാഉൽ ഖംസയിൽപ്പെട്ടതാണ്. സല്ലംതു അലാ അബീക,
നിൻ്റെ ഉപ്പയോട് ഞാൻ സലാം പറഞ്ഞു. ഇവിടെ അല എന്ന ഹർഫ് ജറിന് ശേഷം അബീക യാ കൊണ്ട് ജറു ചെയ്തു. ഇനി യാ മുത്തക്കലിമിലേക്ക് ചേർത്തുമ്പോൾ എൻ്റെ ഉപ്പ, അബി, അഹി, ഹമി എന്നൊക്കെ പറയുമ്പോൾ അവിടെ മാറ്റങ്ങൾ ഉണ്ടാകുകയില്ല. ജാ അബി എൻ്റെ ഉപ്പ വന്നു, ജാ അഹി എൻ്റെ സഹോദരൻ വന്നു, റഅയ്തു അബി, സല്ലംതു അല അബി, ഹമി, അഹി എന്നൊക്കെ പറയുമ്പോൾ അവിടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ദു എന്ന് പറയുമ്പോഴും റഅയ്തു ദാ മാലിൻ സമ്പത്തുള്ളവനെ ഞാൻ കണ്ടു, ജാ ദൂ മാലിൻ സമ്പത്തുള്ളവൻ വന്നു, സല്ലംതു അലാ ദീ മാലിൻ സമ്പത്തുള്ളവനോട് ഞാൻ സലാം പറഞ്ഞു. ഇനി എറാബു ജംഉ മുഅന്നസ് സാലിം. ജംഉ മുഅന്നസ് സാലിമിൻ്റെ എറാബാണ്. എന്താണ് ജംഉ മുഅന്നസ് സാലിം? മുഫ്രദായ ഒരു സ്ത്രീനാമം, അതിൻ്റെ അവസാനത്തിൽ അലിഫും തായും ചേർത്തിട്ട് നമ്മൾ സുരക്ഷിത സ്ത്രീലിംഗ ബഹുവചനം ഉണ്ടാക്കുന്നു. അപ്പോൾ ബഖറത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു പശു, ബഖറാത്തുൻ പശുക്കൾ, മുസ്ലിമത്തുൻ മുസ്ലിമായ ഒരു സ്ത്രീ, മുസ്ലിമാത്തുൻ മുസ്ലിമായ കുറേ സ്ത്രീകൾ. അപ്പോൾ ഇത് എങ്ങനെയാണ് റഫ് ചെയ്യുന്നത്? മറ്റുള്ള ഇസ്മുകളെ പോലെ തന്നെ ദോമ കൊടുത്ത് റഫ് ചെയ്യുന്നു. ജാഅത് അല്ലിമാത്തു അധ്യാപികമാർ വന്നു. ഇനി ജറു ചെയ്യുന്നത് സാധാരണത്തെ പോലെ തന്നെ കെസ്ര കൊണ്ട്. സല്ലംതു അലൽ മുഅല്ലിമാത്തി അധ്യാപികമാരോട് ഞാൻ സലാം പറഞ്ഞു. നെസ്ബ് വ്യത്യാസമുണ്ട്, അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ജംഉ മുഅന്നസ് സാലിം നെസ്ബ് ചെയ്യുന്നത് കെസ്ര കൊണ്ടാണ്. സാധാരണ നെസ്ബിൻ്റെ അടയാളം ഫതഹയാണ് അല്ലേ? എന്നാൽ ജംഉ മുഅന്നസ് സാലിം നെസ്ബ് ചെയ്യുന്നത് കെസ്ര കൊണ്ടാണ്. ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഖലഖല്ലാഹു സമാവാതി വൽ അർള, അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. അള്ളാഹുവാണ് ഫായിൽ. സമാവാത്തി വൽ അർള, അർള നമുക്ക് മനസ്സിലാക്കും മഫൂലുൻ ബിഹിയാണ്. സമാവാത്തി മഫൂലുൻ ബിഹിയാണ്. അവിടെ കെസ്ര കൊടുത്തിട്ടാണ് നെസ്ബ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അർള ജംഉ മുഅന്നസ് സാലിമല്ല, അതുകൊണ്ട് ഫതഹയിൽ നെസ്ബ് ചെയ്തു. ഓക്കെ, സമാവാത്തി എന്നുള്ളത് മഫൂലുൻ ബിഹി മൻസൂബുൻ, നെസ്ബിൻ്റെ അടയാളം കെസ്രയാണ്, കാരണം ജംഉ മുഅന്നസ് സാലിം. ഖറഅതുൽ കുതുബ വസ്സുഹഫ വൽ മജല്ലാത്തി, ഞാൻ പുസ്തകങ്ങളും പത്രവും മാഗസിനുകളും വായിച്ചു. ഇവിടെ ഖറഅതു തു ആണ് ഫായിൽ, അൽ കുതുബ മഫ്ഊലുൻ ബിഹി, സുഹഫയും അത്ഫ് ചെയ്തിട്ടാണ്. മജല്ലാത്തി മാഗസിനുകൾ, അത് ജംഉ മുഅന്നസ് സാലിമാണ്, കസ്റയിലാണ് നെസ്ബ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഇന്നൽ ഇഖ്വത്ത വൽ അഖവാത്തി ഫിൽ ബൈത്തി, തീർച്ചയായും സഹോദരന്മാരും സഹോദരിമാരും വീട്ടിലാകുന്നു. ഇവിടെ ഇന്നൻ്റെ ഇസ്മാണ് ഇഖ്വത്ത. പിന്നെ അഖവാത്തി അവിടെയും നെസ്ബ് ചെയ്തിരിക്കുന്നത് കെസ്ര കൊണ്ടാണ്. അഖവാത്തി അവിടെ ജംഉ മുഅന്നസ് സാലിമാണ്. ഇന്ന ത്വാലിബാത്തി ഫി ഹാഫിലാത്തി, തീർച്ചയായും വിദ്യാർത്ഥിനികൾ ബസ്സിലാകുന്നു. ഇവിടെ ത്വാലിബാത്തി എന്നത് ഇസ്മു ഇന്ന മൻസൂബുൻ, അലാമത്തു നസ്ബിഹി അൽ കസ്റ ലിഅന്നഹു ജംഉ മുഅന്നസ് സാലിം. അവിടെ ഇന്നൻ്റെ ഇസ്മാണ് ത്വാലിബാത്തി എന്നത്, അത് നസ്ബ് ചെയ്തിരിക്കുന്നത് കസ്റയിലാണ്, കാരണം ജംഉ മുഅന്നസ് സാലിമാണ്. ഇനി മുസന്നൻ്റെ ഇറാബാണ്. മുസന്ന എന്താണ്? മുസന്ന എന്നാൽ ദ്വിവചനം. ഇപ്പോൾ കലമുൻ ഒരു പേന, കൊലമാനി രണ്ട് പേനകൾ, കിതാബുൻ ഒരു പുസ്തകം, കിതാബാനി രണ്ട് പുസ്തകം. ഓക്കെ, മുസന്ന റഫ് ചെയ്യുന്നത് അലിഫ് കൊണ്ടാണ്, നസ്ബുൻ ജറുൻ ചെയ്യുന്നത് യാ കൊണ്ടാണ്. ഉദാഹരണങ്ങൾ നോക്കാം. ജാഅ ത്വാലിബാനി, രണ്ട് വിദ്യാർത്ഥികൾ വന്നു. ത്വാലിബാനി ഫായിലുൻ മർഫൂഉൻ, അലാമത്തു റഫ്ഇഹി അൽ അലിഫു ലിഅന്നഹു മുസന്ന, അതിലെ റഫിൻ്റെ അടയാളം അലിഫാണ്, കാരണം അത് മുസന്നയാണ്. നസ്ബും ജറും ചെയ്യുന്നതിൻ്റെ അടയാളം നോക്കാം. റഅയ്തു ത്വാലിബൈനി, രണ്ട് വിദ്യാർത്ഥികളെ ഞാൻ കണ്ടു. ഇവിടെ റഅയ്തു തു ഫായിൽ, ത്വാലിബൈനി മഫഊലുൻ ബിഹി മൻസൂബുൻ, അലാമത്തു നസ്ബിഹി അൽ യാഉ ലിഅന്നഹു മുസന്ന, നസ്ബിൻ്റെ അടയാളം യാ ആണ്. സല്ലംതു അല ത്വാലിബൈനി, രണ്ട് വിദ്യാർത്ഥികളോട് ഞാൻ സലാം പറഞ്ഞു. അല എന്ന ഹർഫിന് ജറിന് ശേഷം വന്നത് ത്വാലിബൈനി. ത്വാലിബൈനി എന്നത് ഇസ്മുൻ മജ്റൂറുൻ, അലാമത്തു ജരിഹി അൽ യാഉ ലിഅന്നഹു മുസന്ന. ക്രിയയോട് ചേർന്ന് വരുന്ന ളമീർ മുത്തസിലുകൾ മഫൂലുൻ ബിഹി ആയിരിക്കും, അത് നസ്ബിൻ്റെ മഹല്ലിൽ ആണ്. റഅയ്തുഹു, ഞാൻ അവനെ കണ്ടു. റഅയ്തു തു ആണ് ഫായിൽ, ഹു മഫൂലുൻ ബിഹി ആണ്, അതിലേക്ക് അറ്റാച്ച് ചെയ്ത് വരുന്ന ഹു എന്നത് ളമീറുൻ മുത്തസിലുൻ മബനിയുൻ
അലൽ ദമ്മി ഫി മഹല്ലി നസ്ബിൻ മഫ്ഊലുൻ ബിഹി. ഇനി റഅയ്തു ഹാ, ഞാൻ അവളെ കണ്ടു. റഅയ്തു ഞാൻ കണ്ടു, ഹാ അവളെ. ഇവിടെ ഹാ എന്നുള്ളത് ദമീറുൻ മുത്തസിലുൻ മബനിയുൻ അല സുകൂനി ഫി മഹല്ലി നസ്ബിൻ മഫ്ഊലുൻ ബിഹി. അപ്പം ക്രിയയിലേക്ക് ചേർന്ന് വരുന്ന ദമീറുകൾ മഫ്ഊലുൻ ബിഹിൻ്റെ സ്ഥാനത്തായിരിക്കും. മറ്റൊരു കാര്യം നൂനുൽ വിഖായ. നൂനുൽ വിഖായ എന്താണ്? അത് ഹിയ നൂനുൻ മക്സൂറ, ഒരു കെസ്ര നൽകപ്പെട്ട നൂനാണ്. അത് വരുന്നത് ക്രിയയുടെയും മുത്തക്കല്ലിമിൻ്റെയും ഇടയിലാണ് അത് വരുന്നത് ക്രിയയുടെയും ഫിഅലിൻ്റെയും മുത്തക്കല്ലിമിൻ്റെയും ഇടയിലാണ് വരുന്നത്. ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അല്ലമനി, അല്ലമ അവൻ പഠിപ്പിച്ചു, നീ എന്നെ. ഇവിടെ അല്ലമ എന്നാൽ അവൻ പഠിപ്പിച്ചു. ഇനി മുത്തക്കല്ലിം അതിലേക്ക് ചേർത്തുമ്പോൾ അല്ലമി എന്ന് വന്നാൽ എന്താ ഉണ്ടാവുക? അല്ലമ എന്ന ഫിഅലു മാളി മബനീൻ അലൽ ഫതഹി ആണല്ലോ, മീമിന് ഫതഹയാണല്ലോ വരേണ്ടത്. ആ ഫതഹ നഷ്ടപ്പെടും. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നൂനുൽ വിഖായ ചേർത്തുന്നത്. നൂനുൽ വിഖായ എന്നാൽ സംരക്ഷണത്തിൻ്റെ നൂന് അഥവാ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നൂന് എന്നാണ് അർത്ഥം. ഇനി നൂനുൽ വിഖായയുടെ ഇഅ്റാബ്. നൂനുൽ വിഖായ ഒരു ഹർഫാണ്, കെസ്റയിൽ മബനിയാണ്. അതിന് ഇഅ്റാബിൽ സ്ഥാനമില്ല, അതിന് പ്രത്യേകിച്ച് ഇഅ്റാബില്ല എന്നർത്ഥം. നൂനുൽ വിഖായ ഹർഫുൻ മബനിയുൻ അലൽ കസ്രി ലാ മഹല്ല ലഹു മിനൽ ഇഅ്റാബി. നെക്സ്റ്റ് ഫിഅലു തഅജ്ജുബി, വെർബ് ഓഫ് വണ്ടർ. ആശ്ചര്യം പ്രകടിപ്പിക്കാൻ, അറബികൾ ആശ്ചര്യം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത്. മാ അഫ്അലഹു എന്നൊരു പാറ്റേണിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ അവസാനം ഒരു അലാമത്തു തഅജ്ജുബ്, എക്സ്ക്ലമേഷൻ മാർക്ക്, ആശ്ചര്യ ചിഹ്നം ഉപയോഗിക്കണം. ഇതിന് ശേഷം ഒരു മഫ്ഊലുൻ ബിഹി ഉണ്ടായിരിക്കും. അത് ലമീറായും വരാം അല്ലെങ്കിൽ ഇസ്മായും വരാം. മാ അസ്ഹല ദർസ, എന്ത് എളുപ്പമുള്ള പാഠം. ഇവിടെ അദ്ദർസ ഒരു ഇസ്മായിട്ടാണ് വന്നിരിക്കുന്നത്. മഫ്ഊലുൻ ബിഹി അവിടെ ഇസ്മായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ മാ പറയുമ്പോൾ ഇസ്മുൽ ഇസ്തിഫാമാണല്ലോ. നമ്മൾ അർത്ഥം പറയുമ്പോൾ എന്ത് എന്നാണ്, ഇംഗ്ലീഷിൽ പറയുമ്പോൾ വാട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം വെക്കുക. ഇവിടെ ഫിഅലു തഅജ്ജുബിലെ മാൻ്റെ അർത്ഥം പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഹൗ ദ ഈസി ലെസൺ, എന്ത് എളുപ്പമുള്ള പാഠം. അവിടെ ഹൗ എന്നാണ് അർത്ഥം വെക്കുക. സൂറത്തു അബസയിലെ ഇൻസാനു മാ അക്ഫറഹു എന്നൊരായത്ത്, അതിൽ നിന്നെടുത്തൊരു ഉദാഹരണമാണ് മാ അക്ഫറഹു, ഹൗ അൺഗ്രേറ്റ്ഫുൾ ഈസ് ഹി, എന്ത് നന്ദി കെട്ടവനാണ് അവൻ. ഇവിടെ മാക്ക് മാ ഇറാബ് ചെയ്യുമ്പോൾ മാ ഇസ്മുൽ ഇസ്തിഫ്ഹാമി തഅജ്ജുബി മബനിയുൻ അല സുകൂനി ഫി മഹല്ലി റഫ്ഇൻ മുബ്തദ. മാ എന്നത് ഇസ്മുൽ ഇസ്തിഫ്ഹാമാണ്, ചോദ്യം ചോദിക്കാനുള്ള ഇസ്മാണ്. അത് തഅജ്ജുബിയാണ്, ആശ്ചര്യം കാണിക്കാനുള്ളതുമാണ്. സുക്കൂനിൽ മബനിയാണ്, റഫ്ഇൻ്റെ സ്ഥാനത്താണ്, കാരണം അത് മുബ്തദഅയാണ്. അക്ഫറഹു ഫിഅലുൻ മാളിൻ മബനിയുൻ അലൽ ഫത്ഹി വൽ ഫായിലു ദമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. അക്ഫറ, ഇനി ഹു എന്നത് അൽ ഹാഉ ദമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ ദമ്മി ഫീ മഹല്ലി നസ്ബിൻ മഫ്ഊലുൻ ബിഹി. ഇനി അക്ഫറഹു എന്ന ജുംല മൊത്തം, അൽ ജുംല ഫീ മഹല്ലി റഫ്ഇൻ ഖബറു മുബ്തദഇ മാ എന്ന മുബ്തദയുടെ ഖബറാണ് അക്ഫറഹു. യാ മുഹമ്മദു, മുഹമ്മദേ. യാ എന്നാൽ ഓ മുഹമ്മദേ. യാ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹർഫു നിദാ ആണ്, വിളിക്കാനുള്ള ഒരു ഹർഫാണ്. യാ ഹർഫു നിദാ മബനിയുൻ അല ദമ്മി. മുഹമ്മദു മുനാദയാണ്, വിളിക്കപ്പെടുന്നത്. മുനാദ മബനിയുൻ അല ദമ്മി ഫീ മഹല്ലി നസ്ബിൻ. എങ്ങനെയാണിത് നസ്ബിൻ്റെ മഹല്ലിലായത്? ഹർഫു നിദാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദുഉ ഉനാദി, ഞാൻ നിന്നെ വിളിക്കുന്നു എന്നാണ് യാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ നിന്നെ വിളിക്കുന്നു അല്ലെങ്കിൽ ഉനാദി ഞാൻ വിളിക്കുന്നു എന്ന ഫിഅലും ഫായിലും അവിടെ മഹദൂഫാണ്, കളയപ്പെട്ടതാണ്. അപ്പോൾ വിളിക്കപ്പെടുന്നത് എന്താണ്? മഫ്ഊലുൻ ബിഹിയുടെ സ്ഥാനത്താണ്. അതുകൊണ്ടാണ് മുനാദ നസ്ബിൻ്റെ സ്ഥാനത്തായത്. മുനാദ ഫി മഹല്ലി നസ്ബിൻ, നസ്ബിൻ്റെ സ്ഥാനത്തായത് അത് മഫ്ഊലുൻ ബിഹിയുടെ സ്ഥാനത്താണ്. മുനാദ മുളാഫായി വരുമ്പോൾ മൻസൂബ് വ്യക്തമായി എഴുതപ്പെടും. യാ അബ്ദുല്ലാഹി, അവിടെ യാ ഹർഫു നിദാ, അബ്ദ മുനാദ മൻസൂബുൻ, നസ്ബിൻ്റെ അടയാളമായ ഫതഹ വ്യക്തമായി കാണാം. വഹുവ മുലാഫ്, അല്ലാഹു എന്നത് ലഫ്ദുൽ ജലാല മുലാഫിൻ ഇലൈഹി. എന്നാൽ മുനാദ ഒറ്റ പദമാകുമ്പോൾ മബനിയുൻ അല ദമ്മി ഫി മഹല്ലി നസ്ബിൻ, നസ്ബിൻ്റെ സ്ഥാനത്തായിരിക്കും. എന്നാൽ അത് ദമ്മയിൽ മബനിയാണ്.
ഇനി റബ്ബന, ഇവിടെ റബ്ബന എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ രക്ഷിതാവേ എന്ന് പറയുമ്പോൾ ആ റബ്ബ എന്നതിൻ്റെ ഫതഹ സൂചിപ്പിക്കുന്നത് അതിനു മുൻപ് ഒരു ഹർഫു നിദാ ഉണ്ടായിരുന്നു. യാ റബ്ബന, അവിടെ ഒരു ഹർഫു നിദാ കളയപ്പെട്ടിട്ടുണ്ട്, അത് ഹദ്ഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് റബ്ബ എന്നത് മുനാദ മൻസൂബായത്. മുനാദ മൻസൂബുൻ ബിൽ ഫതഹത്തി വഹുവ മുലാഫ് നാ മുലാഫുൻ ഇലൈഹി മജ്റൂറുൻ. ഇനി നാ ഒന്നും കൂടി നന്നാക്കി പറയുകയാണെങ്കിൽ മുനാദ നാ ളമീറുൻ മുത്തസിലുൻ മബനിയുൻ അല സുകൂനി ഫീ മഹല്ലി ജർറിൻ മുലാഫുൻ ഇലൈഹി. കം റിയാലൻ ഇൻദക, ഹൗ മെനി റിയാൽ ഹാവ് യു, നിന്റെ കയ്യിൽ എത്ര റിയാലുണ്ട്. കം എന്ന ഇസ്മുൽ ഇസ്തിഫാമിന് ശേഷം റിയാലൻ എന്നത് തമീസ് മൻസൂബായി വരുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിക്കം റിയാലൻ ഹാദ, ബിക്കം റിയാലിൻ ഹാദ, ഹൗ മെനി റിയാൽസ് ഡസ് ഇറ്റ്സ് കോസ്റ്റ്, ഇതിന് എത്ര റിയാൽ വരും, ഇതിന് എത്ര റിയാലാണ്. ബി എന്ന ഹർഫു ജറിന് ശേഷം കം വന്നപ്പോൾ റിയാലൻ എന്ന തമീസ് മൻസൂബ് ആയും എഴുതാം, റിയാലിൻ എന്ന് മജ്റൂറായും എഴുതാം. ഹിയർ ബോത്ത് ആർ പെർമിസിബിൾ, രണ്ടും എഴുതാൻ സാധിക്കും. ഇനി മറ്റൊരു ഉദാഹരണം, ഫീ കം യൗമൻ, ഫീ കം യൗമിൻ, ഇൻ ഹൗ മെനി ഡേയ്സ്, എത്ര ദിവസത്തിൽ. ഇതിൽ ഫീ കം യൗമൻ എന്ന് എഴുതിയാലും ഫീ കം യൗമിൻ എന്ന് എഴുതിയാലും രണ്ടും ശരിയാണ്. മാ, വാട്ട്. മാ എന്നത് ഇസ്മുൽ ഇസ്തിഫാം, എന്ത് എന്നർത്ഥം, ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇസ്മാണ് മാ എന്നത്. അതിലേക്ക് ഹർഫ് ജെറ് ചേരുമ്പോഴുള്ള എഴുത്തിലെ വ്യത്യാസങ്ങളും അർത്ഥത്തിലെ വ്യത്യാസങ്ങളുമാണ് പഠിക്കേണ്ടത്. ബി പ്ലസ് മാ, ബിമാ, ബിമാ. വായനയിൽ ബിമ എന്നാണെങ്കിലും എഴുത്തിൽ ബിമ എന്നാണ്. അലിഫിനെ കളഞ്ഞുകൊണ്ടാണ് എഴുതേണ്ടത്. ബിമ വിത്ത് വാട്ട്, എന്തുപയോഗിച്ച്, എന്തുകൊണ്ട് എന്നർത്ഥം. ഇനി ലി പ്ലസ് മാ, ലിമാ, ലിമ എന്നാണ് വായിക്കുന്നതെങ്കിലും എഴുത്തിൽ ലിമ എന്നാണ്. മീമിൻ്റെ അലിഫിനെ എഴുതുന്നില്ല. ഫോർ വാട്ട്, വൈ, എന്തിനു വേണ്ടി, എന്തുകൊണ്ട് എന്നൊക്കെ അർത്ഥം കിട്ടുന്നു. അടുത്തത് മിൻ പ്ലസ് മാ, മിമ്മ. അവിടെ മീമിൻ്റെ അലിഫിനെയും കളഞ്ഞ് മിൻ എന്നതിലെ നൂനിനെയും കളഞ്ഞ് മിമ്മ, എന്നിട്ട് മീമിന് ശ്രദ്ധ കൊടുത്തു, മിമ്മ. ഫ്രം വാട്ട്, എന്തിൽ നിന്ന്, എന്തിൽ നിന്ന്. ഇനി അൻ പ്ലസ് മ, അൻ പ്ലസ് മ, അമ്മ. നൂനിനെയും കളഞ്ഞു, മീമിൻ്റെ അലിഫിനെയും കളഞ്ഞു, മീമിന് ശ്രദ്ധ കൊടുത്തു, അമ്മ. എബൌട്ട് വാട്ട്, എന്തിനെക്കുറിച്ച്, അമ്മ. ഇവിടെ നമ്മൾ മീമിൻ്റെ അലിഫിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വ്യത്യാസം വരും. അവിടെ മാ ഇവിടെ ഇസ്മുൽ ഇസ്തിഫാമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഹർഫു ജറിന് ശേഷം വരുന്ന മാ ഇസ്മുൽ ഇസ്തിഫാമായി വരുമ്പോൾ അതിൻ്റെ അലിഫിനെ എഴുതില്ല. അലിഫിനെ എഴുതി കഴിഞ്ഞാൽ അതവിടെ ഇസ്മുൽ ഇസ്തിഫാമായിരിക്കില്ല. ഇസ്മു മൗസൂലയൊക്കെ വരുമ്പോഴാണ്, മാ മൗസൂലയായിട്ട് വരുമ്പോഴൊക്കെയാണ് അലിഫ് എഴുതുന്നത്. ഇനി അസ്മാ ഉൽ മൗസൂല, ഇസ്മു മൗസൂൽ നമ്മൾ മുൻപാഠങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ശേഷം വരുന്ന സംബന്ധനാമം അഥവാ സില കൊണ്ട് ആശയം നിർണയിക്കപ്പെടുന്ന മാരിഫയായ നാമമാണ് ഇസ്മു മൗസൂൽ. അഥവാ രണ്ട് വാക്യങ്ങൾ തമ്മിൽ സംയോജിപ്പിച്ച് ആശയം വ്യക്തമാക്കുമാറ് വലിയൊരു വാചകമാക്കി മാറ്റുകയാണ് ഇസ്മു മൗസൂൽ ചെയ്യുന്നത്. ഇസ്മു മൗസൂലിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കുന്നതിന് വേണ്ടി അതിൻ്റെ പിറകെ പ്രയോഗിക്കുന്ന വാക്യമാണ് സിലത്തുൽ മൗസൂൽ. നമ്മൾ പഠിച്ച ഇസ്മു മൗസൂൽ ഏകവചന പുല്ലിംഗത്തിന് അഥവാ മുഫ്രദായ മുദക്കറായിട്ടുള്ളതിനെ അറിയിക്കാൻ അല്ലദി എന്നും, ഏകവചന സ്ത്രീലിംഗം അഥവാ മുഫ്രദായ മുഅന്നസിനെ കാണിക്കാൻ അല്ലത്തി എന്നും ഉപയോഗിക്കുന്നു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് അല്ലദീന. അല്ലദീന എന്നാൽ മുദക്കറായ ജംഇനെ, ബഹുവചന പുല്ലിംഗത്തിനെ കാണിക്കാൻ അല്ലദീന എന്നും, ബഹുവചന സ്ത്രീലിംഗം മുഅന്നസായ ജംഇനെ കാണിക്കാൻ അല്ലാത്തി, അല്ലായി, അൽവാത്തി എന്നൊക്കെ ഉപയോഗിക്കും. ഉദാഹരണം പരിശോധിക്കാം. അർ റജുലുല്ലദി ഖറജ മിനൽ മക്തബിൽ മുദീരി മുദരിസുൻ ജദീദുൻ. The man who left the headmaster's office is a new teacher. മുദീറിൻ്റെ ഓഫീസിൽ നിന്നും പുറപ്പെട്ടതായ പുരുഷൻ പുതിയ അധ്യാപകനാകുന്നു. മുദീറിൻ്റെ ഓഫീസിൽ നിന്നും പുറപ്പെട്ട യാതൊരു പുരുഷൻ പുതിയ അധ്യാപകൻ ആകുന്നു.
അതിൻ്റെ അല്ലദീന എന്ന് വരുമ്പോൾ, അതിൻ്റെ ബഹുവചനം വരുമ്പോൾ അർരിജാലുല്ലദീന ഖറജു മിനൽ മക്തബിൽ മുദീരി മുദർരിസൂന ജുദുദുൻ. The men who left the headmaster's office are new teachers. മുദീറിൻ്റെ ഓഫീസിൽ നിന്നും പുറപ്പെട്ടതായ പുരുഷന്മാർ പുതിയ അധ്യാപകരാകുന്നു. അല്ലെങ്കിൽ മുദീറിൻ്റെ ഓഫീസിൽ നിന്നും പുറപ്പെട്ട യാതൊരു പുരുഷന്മാർ പുതിയ അധ്യാപകർ ആകുന്നു. ഇനി സ്ത്രീലിംഗം. അത്താലിബത്തുല്ലത്തി ജലസത് അമാമൽ മുദരിസതി ബിൻതുൽ മുദീറത്തി. The female student who sat in front of the lady teacher is the headmistress daughter. അധ്യാപികയുടെ മുന്നിൽ ഇരിക്കുന്നതായ വിദ്യാർത്ഥിനി മുദീറയുടെ മകളാകുന്നു, പ്രധാന അധ്യാപികയുടെ മകളാകുന്നു. അധ്യാപികയുടെ മുന്നിൽ ഇരിക്കുന്ന യാതൊരു വിദ്യാർത്ഥിനി മുദീറയുടെ മകളാകുന്നു. ഇനി അതിൻ്റെ ബഹുവചനം. അത്താലിബാത്തുല്ലാത്തി ജലസ്ന അമാമൽ മുദർരിസതി ബനാത്തുൽ മുദീറത്തി. The female students who sat in front of the lady teacher are the headmistress daughters. അധ്യാപികയുടെ മുന്നിൽ ഇരിക്കുന്നതായ വിദ്യാർത്ഥിനികൾ മുദീറയുടെ പെൺമക്കളാകുന്നു. അധ്യാപികയുടെ മുന്നിൽ ഇരിക്കുന്ന യാതൊരു വിദ്യാർത്ഥിനികൾ മുദീറയുടെ പെൺമക്കൾ ആകുന്നു. അല്ലായി എന്നൊക്കെ ഖുർആനിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അൽവാത്തിയും മറ്റുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ അൽവാത്തിയും സന്ദർഭം അനുസരിച്ചിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഹംസത്തുൽ ഇസ്തിഫ്ഹാമിയ പഠിച്ചിട്ടുണ്ട്. ഒരു ജുംലയിൽ ഹംസത്തുൽ ഇസ്തിഫ്ഹാമിയ പ്രവേശിച്ചാൽ അത് യെസ് ഓർ നോ ചോദ്യമായി മാറും. ഉദാഹരണത്തിന് ഹാദാ കിതാബുൻ, ഇതൊരു പുസ്തകമാകുന്നു. അഹാദാ കിതാബുൻ, ഇതൊരു പുസ്തകമാണോ? ഹംസത്തുൽ ഇസ്തിഫ്ഹാം വരുമ്പോൾ അത് ജുംല ക്വസ്റ്റ്യനായി മാറുന്നു. ഇവിടെ അലിഫ്ലാം വെച്ച് തുടങ്ങുന്ന ഒരു ജുംല. അൽ മുദരിസു ഖാലലക, അധ്യാപകൻ നിന്നോട് പറഞ്ഞു. അൽ മുദരിസു ഖാലലക, അലിഫ്ലാം വെച്ചിട്ടാണ് ആ പദം സ്റ്റാർട്ട് ചെയ്തത്. അതിലേക്ക് ഹംസത്തുൽ ഇസ്തിഫ്ഹാം വരും. അധ്യാപകൻ നിന്നോട് പറഞ്ഞോ എന്ന് കിട്ടാൻ വേണ്ടി അതിൻ്റെ തുടക്കത്തിൽ ഹംസത്തുൽ ഇസ്തിഫ്ഹാം വെക്കുമ്പോൾ ആ തുടക്കത്തിലുള്ള ഹംസത്തുൽ വസ്ലുണ്ടല്ലോ, അൽ മുദരിസു, അതിൻ്റെ തുടക്കത്തിലുള്ള ഹംസത്തുൽ വസ്ല് മദ്ദക്ഷരമായി മാറുന്നു, മദ്ദുള്ള ഒരു അലിഫായി മാറുന്നു. അപ്പോൾ ആൽ മുദരിസു ഖാലലക, ആൽ മുദരിസു ഖാലലക, ഡിഡ് ദ ടീച്ചർ ടെൽ യു, അധ്യാപകൻ നിന്നോട് പറഞ്ഞു. അതായത് അലിഫ്ലാം വെച്ച് തുടങ്ങുന്ന പദത്തിലേക്ക് ഹംസത്തുൽ ഇസ്തിഫ്ഹാമിയ പ്രവേശിക്കുമ്പോൾ ആ ഹംസത്തുൽ വസ്ല് മദ്ദുള്ള അക്ഷരമായി മാറുന്നു. അൽ യൗമ റഅയ്തഹു, ഇന്ന് നീ അവനെ കണ്ടു. അൽ യൗമ, ഇന്ന്, റഅയ്ത നീ കണ്ടു, ഹു അവനെ, ഇന്ന് നീ അവനെ കണ്ടു. ഇന്ന് നീ അവനെ കണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ അൽ യൗമ റഅയ്തഹു, ഡിഡ് യു സീ ഹിം ടുഡേ, ഇന്ന് നീ അവനെ കണ്ടോ. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. ഹാദ താലിബു സഅലക, ദി സ്റ്റുഡൻറ് ആസ്ക് യു, ഈ വിദ്യാർത്ഥി നിന്നോട് ചോദിച്ചു. ഇനി ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ തുടക്കത്തിൽ ഹാദയാണല്ലോ. അപ്പോൾ അഹാദ താലിബു സഅലക, ഡിഡ് ദി സ്റ്റുഡൻറ് ആസ്ക് യു, ഈ വിദ്യാർത്ഥി നിന്നോട് ചോദിച്ചോ. അഹാദ, അവിടെ ഹാദ ആയതുകൊണ്ട് മാറ്റമില്ല. അലിഫ്ലാം വെച്ച് തുടങ്ങുന്ന പദത്തിൽ ഹംസത്തുൽ ഇസ്തിഫാം മുന്നിൽ വരുമ്പോൾ ഹംസത്തുൽ വസ്ല് മദ്ദുള്ള അലിഫായി മാറുന്നു. ഇനി അലിഫ് മക്സൂറ. അലിഫ് മക്സൂറ എന്നാൽ എന്താണ്? പുള്ളിയില്ലാത്ത യാഇന്റെ രൂപത്തിൽ എഴുതുന്ന അലിഫ് നീട്ടാൻ വേണ്ടി. അലിഫ് മക്സൂറയിൽ അവസാനിക്കുന്ന ഇസ്മുകളാകട്ടെ ഫിഅലുകളാകട്ടെ അതിലേക്ക് ളമീറുകൾ ചേർത്തി പറയുമ്പോൾ അലിഫ് മക്സൂറ മദ്ദുള്ള അലിഫായി മാറുന്നു. അതിൻ്റെ പുള്ളിയില്ലാത്ത യാഇന്റെ രൂപം മാറി അലിഫായി മാറുന്നു. ഉദാഹരണം നോക്കാം. മഅന, മഅന എന്ന് പറഞ്ഞാൽ അർത്ഥം, മീനിങ്. ഹു, അതിൻ്റെ. മഅനാഹു, എഴുത്തിൽ വരുന്ന വ്യത്യാസം ശ്രദ്ധിക്കുക. മഅന എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനം അലിഫ് മക്സൂറയാണ്. അതിലേക്ക് ളമീർ ചേരുമ്പോൾ അലിഫ് മക്സൂറ മറ്റൊരു അലിഫായി മാറുന്നു, രൂപം മാറുന്നു. മഅനാഹു, അതിൻ്റെ അർത്ഥം. ഖവ എന്ന് പറഞ്ഞാൽ അയൺ ചെയ്തു. ഹി അയൺ. ഹു, അത്, അവൻ അത് അയൺ ചെയ്തു. ഹി അയൺ ഇറ്റ്. നെക്സ്റ്റ് ഫതാഹു, ഫതാഹു, ഫത എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ, അവൻ്റെ ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ അവൻ്റെ യുവാവായ മകൻ എന്നൊക്കെ അർത്ഥം. റമ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു. ഹു, അതിനെ.
അവൻ അതിനെ എറിഞ്ഞു. സഖ പറഞ്ഞാൽ കുടിപ്പിച്ചു എന്നൊക്കെ അർത്ഥം. സഖ നീ എന്നെ, സഖാനി. ബന നിർമ്മിച്ചു, ഹ ബനാഹ അവനത് നിർമ്മിച്ചു. മുസ്തഷ്ഫ ആശുപത്രി, ഖ നിന്റെ, മുസ്തഷ്ഫ ക നിന്റെ ആശുപത്രി. ഇതിൻ്റെയൊക്കെ വാക്കുകൾ ഒറ്റക്ക് നിൽക്കുമ്പോഴും ദമീറിലേക്ക് ചേരുമ്പോഴുമുള്ള വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഹർഫു ജർ ഉണ്ട്, പ്രിപ്പോസിഷൻ. ഹർഫു ജർ അലിഫ് മക്സൂറയിൽ അവസാനിക്കുന്ന ഇല, അല തുടങ്ങിയ ഹർഫു ജറുകളുണ്ട്. അത് എന്തായി മാറുന്നു? അതിലേക്ക് ദമീർ ചേരുമ്പോൾ ഹുനാ ഇൻഖലബത് യാ യാ ആയി മാറുന്നു. ഇല പ്ലസ് ഹ ഇലൈഹ, അല പ്ലസ് ക അലൈക നിന്റെ മേൽ, ഇലൈഹ അവളിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് എന്നൊക്കെ അർത്ഥം കിട്ടുന്നു. 3 മുതൽ 10 വരെയുള്ള എണ്ണത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എണ്ണമാണ് ആദ്യം പറയുക, ശേഷം എണ്ണപ്പെടുന്നത് അഥവാ മഅദൂദ് പറയും, അതതിന് ശേഷം മഅദൂദ് വരും. എണ്ണപ്പെടുന്നതിൻ്റെ എതിർലിംഗമായിരിക്കും എണ്ണം വരിക. അതുപോലെ തന്നെ അത് മുലാഫ് മുലാഫിൻ ഇലൈഹി കോമ്പിനേഷനിലാണ് വരുന്നത്. 3 മുതൽ 10 വരെയുള്ള എണ്ണങ്ങൾ നഅത്തായിട്ട് വരുന്ന രീതിയാണ് ഇനി പഠിക്കാനുള്ളത്. ഇങ്ങനെ നഅത്തായിട്ട് വരാൻ കാരണം അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയാണ്. ഉദാഹരണം നോക്കാം. 4 ഇമാമുമാർ എന്ന് പറയുമ്പോൾ അർബഅത്തുൽ അഇമ്മത്തി, അർബഅത്തുൽ അഇമ്മത്തി മുലാഫ് മുലാഫിൻ ഇലൈഹിയായിട്ട് വരുമ്പോൾ അഇമ്മത്തുൽ അർബഅത്തു എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ പറയുമ്പോൾ 4 കൊണ്ട് എണ്ണപ്പെടുന്ന ഇമാമുമാർ എന്ന രീതിയിൽ അർത്ഥം പറയാം. അതായത് എണ്ണത്തിൻ്റെ നിയമം അനുസരിച്ചിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ജെൻഡർ ആക്കിയിട്ട് പറയുക, അതാണ് നല്ലത്. മറ്റുദാഹരണങ്ങൾ നോക്കാം. അത്തുല്ലാബുൽ ജുദുദുൽ ഹംസത്തു 5 പുതിയ വിദ്യാർത്ഥികൾ. ഇവിടെ ഹംസത്തു എന്നത് എണ്ണം നഅത്തായിട്ടാണ് വന്നിരിക്കുന്നത്. അൽ കുത്തുബുൽ അർബഅത്തു 4 പുസ്തകങ്ങൾ. അർ റിജാലുൽ അശറത്തു 10 പുരുഷന്മാർ. ഇനി അത് നമ്മൾ മുലാഫ് മുലാഫിലേക്കായിട്ട് എഴുതുമ്പോൾ അഷറത്തു റിജാലിൻ എന്നെഴുതാം. അസ്സിഹാഹു സിത്തത്തു 6 സ്വഹീഹുകൾ അഥവാ 6 ഓതൻറ്റിക് ബുക്ക് ഓഫ് ഹദീസ്, 6 ഹദീസിൻ്റെ ഓതൻറ്റിക് ആയിട്ടുള്ള 6 സ്വഹീഹുകൾ. അൽ അഖവാത്തുൽ ഹംസു 5 സഹോദരിമാർ. അദഹബ്തും ഇലൽ മുദീരി ഡിഡ് യു ഗോ ടു ദ മാനേജർ ഓർ ഡിഡ് യു ഗോ ടു ദ ഹെഡ് മാസ്റ്റർ, നീ ഹെഡ് മാസ്റ്ററുടെ അടുത്തേക്ക് പോയോ. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ദഹബ്തും ഫിഅലുമായി ഫായിലുമായി, ഇലൽ മുദീരി ജാറുൻ വ മജ്റൂറുൻ അല്ലെങ്കിൽ മുതഅല്ലിഖുൻ ബിൽ ഫിഅലി. ഇനി ഈ ഇലൽ മുദീരി എന്ന മുതഅല്ലിഖിനെ ആദ്യം പറയുക, ഇലൽ മുദീരി ദഹബ്തു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നീ മുദീറിൻ്റെ അടുത്തേക്ക് തന്നെ പോയോ, നീ മുദീറിൻ്റെ അടുത്തേക്ക് തന്നെയാണോ പോയത് എന്ന് അർത്ഥം കിട്ടും. അതായത് അവിടെ ഒരു എംഫസൈസ്, ഒരു എന്താ പറയുക, തൗക്കീദിന് വേണ്ടി മുദീറിൻ്റെ അടുത്തേക്ക് തന്നെയാണോ പോയത്. അപ്പോൾ ഈ മുദീറിൻ്റെ അടുത്തേക്ക് എന്നുള്ളതിനെ തൗക്കീദ് ചെയ്യാൻ വേണ്ടി അതിനെ ആദ്യം പറയുന്ന ഒരു രീതിയാണ് ഇത്. റഅയ്തു ബിലാലൻ, ഞാൻ ബിലാലിനെ കണ്ടു. ഐ സോ ബിലാൽ. ബിലാലൻ റഅയ്തു, ഇറ്റ് വാസ് ബിലാൽ ദാറ്റ് ഐ സോ, ഞാൻ കണ്ടത് ബിലാലിനെയാകുന്നു. അതൊരു ഞാൻ ബിലാലിനെ തന്നെയാണ് കണ്ടത് എന്ന് അർത്ഥം കിട്ടാനായി ഈ രീതി ഉപയോഗിക്കുന്നു. ഇൻഷാ അല്ലാഹ് പാഠഭാഗം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.